പീഡാനുഭവ സ്മരണയിൽ ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിച്ചു. കുരിശുമരണത്തിന്റെ ഓർമ്മ പുതുക്കി വിശ്വാസികൾ. നഗരി കാണിക്കൽ പരിഹാര പ്രദക്ഷിണവും കുരിശിന്റെ വഴിയും ഭക്തി നിർഭരമായി. സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ. പവന് വില 50,400 രൂപയിലെത്തി. ഗ്രാമിന് 6,300 രൂപ. പ്രവാസികളെ പ്രതിസന്ധിയിലാക്കി വിമാന ടിക്കറ്റ് നിരക്ക് കുതിച്ചുയരുന്നു. നിരക്ക് വർധന 3 ഇരട്ടി വരെ. ആഘോഷവേളകളിൽ നാട്ടിലെത്താൻ കഴിയാതെ പ്രവാസികൾ. ദേശീയപാത തളിക്കുളത്ത് നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ ഓട്ടോയിലിടിച്ച് ഓട്ടോ ഡ്രൈവർ മരിച്ചു. തളിക്കുളം സ്വദേശി രതീഷാണ് മരിച്ചത്. വാർത്തകൾ വിശദമായി. യേശുക്രിസ്തുവിന്റെ പീഡാനുഭവങ്ങളെ അനുസ്മരിച്ച് ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിച്ചു. ദേവാലയങ്ങളിൽ പ്രത്യേകം പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടന്നു. ക്രിസ്തുവിന്റെ കുരിശുമരണം അനുസ്മരിക്കുന്ന പീഡാനുഭവ വായനയിൽ വിശ്വാസികൾ പ്രാർത്ഥനാപൂർവ്വം പങ്കുചേർന്നു. തൃശൂർ ലൂർദ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തും പരിശുദ്ധ വ്യാകുല മാതാവിൻ ബസിലിക്കയിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് മാർ ടോണി നീലങ്കാവിലും മുഖ്യ കാർമ്മികത്വം വഹിച്ചു. യേശുവിന്റെ കുരിശുമരണവും പീഠാനുഭവങ്ങളും ഓർമ്മിപ്പിച്ച് തൃശൂരിൽ നടന്ന നഗരി കാണിക്കൽ പരിഹാര പ്രദക്ഷിണവും കുരിശിന്റെ വഴിയും ഭക്തി നിർഭരമായി. കാൽവരിമലയിലെ യേശുവിന്റെ കുരിശുമരണവും അതിനു മുൻപായി യേശു സഹിച്ച പീഡാനുഭവങ്ങളും പുനരാവിഷ്കരിച്ചായിരുന്നു കുരിശിന്റെ വഴിയും പരിഹാര പ്രദക്ഷിണവും നടന്നത്. പുത്തൻപള്ളി അങ്കണത്തിൽ നിന്നും ആരംഭിച്ച പ്രദക്ഷിണം സ്വരാജ് റൗണ്ട് ചുറ്റി പുത്തൻപള്ളി അങ്കണത്തിൽ തന്നെ സമാപിച്ചു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നൂറുകണക്കിന് വിശ്വാസികളാണ് പ്രാർത്ഥനകളുമായി പ്രദക്ഷിണത്തിൽ പങ്കെടുത്തത്. ക്രിസ്തുവിന്റെ സഹന സന്ദേശം ഉയർത്തി നടന്ന പ്രദക്ഷിണത്തിന് തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് നേതൃത്വം നൽകി. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ ദുഃഖവെള്ളി ആചരിച്ചു. തിരുക്കർമ്മങ്ങൾക്ക് തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്രിസ്തുവിന്റെ പീഡാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും ഓർമ്മകൾ പുതുക്കി നടന്ന വിലാപയാത്രയ്ക്ക് ശേഷം നടന്ന പീഡാനുഭവ പ്രസംഗത്തിന് വൊക്കേഷൻ പ്രൊമോട്ടർ കൂടിയായ ഫാദർ ജെയിൻ ജോർജ് കൊക്കാപ്പള്ളി നേതൃത്വം നൽകി. കുരിശിന്റെ തിരുശേഷിപ്പ് ആശീർവാദവും തിരുശേഷിപ്പ് ചുംബനവും ഉണ്ടായിരുന്നു. സഹവികാരിമാരായ ഫാദർ മിഥുൻ ചുങ്കത്ത്, ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ, ട്രസ്റ്റി വി ജെ ജോസി, പ്രതിനിധിയോഗം സെക്രട്ടറി ജോബി ഡേവിഡ്, കുടുംബക്കൂട്ടായ്മ ഏകോപന സമിതി കൺവീനർ സേവ്യർ അറക്കൽ എന്നിവർ നേതൃത്വം നൽകി. ഇടവകയിലെ സെന്റ് ജോസഫ് കലാ കമ്മ്യൂണിക്കേഷൻസിന്റെ നേതൃത്വത്തിൽ 100ഓളം കലാകാരന്മാർ അണിനിരുന്ന ലോങ്കിനോസ് എന്ന ബൈബിൾ നാടകവും അരങ്ങേറി. സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ. പവന് ചരിത്രത്തിൽ ആദ്യമായി 50,000 രൂപ കടന്നു. പവന് 1,040 രൂപ വർദ്ധിച്ച് 50,400 രൂപയായി. 1 ഗ്രാമിന് 130 രൂപ വർദ്ധിച്ച് 6,300 രൂപയാണ് വെള്ളിയാഴ്ചത്തെ വില. രാജ്യാന്തര വിപണിയിലെ വിലവർദ്ധനവാണ് കേരളത്തിലും വില ഉയരാൻ കാരണം. പ്രവാസികളെ പ്രതിസന്ധിയിലാക്കി വിമാന ടിക്കറ്റ് നിരക്ക് കുതിച്ചുയരുന്നു. 3 ഇരട്ടി വരെയാണ് നിരക്ക് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. പെരുന്നാളും വിഷുവും ഈസ്റ്ററും ആഘോഷിക്കാൻ കുടുംബസമേതം നാട്ടിലെത്താൻ ആഗ്രഹിച്ചിരുന്ന പ്രവാസികൾക്ക് നിരക്ക് വർധനവ് വലിയ തിരിച്ചടിയായി. ഉത്സവ സീസണുകളിൽ വൻതോതിൽ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കുന്നത് പതിവാക്കിയിരിക്കുകയാണ്. അതേസമയം പണം നൽകിയാലും ടിക്കറ്റ് ലഭിക്കാത്ത അവസ്ഥയുമുണ്ട്. ഇതോടെ പ്രവാസികൾക്ക് ആഘോഷവേളകളിൽ നാട്ടിലെത്തുന്നത് സ്വപ്നമായി മാറുകയാണ്. നിരക്ക് വർധന നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ട് പ്രവാസി സംഘടനകൾ ഇടപെട്ടിരുന്നു. എന്നാൽ ടിക്കറ്റ് നിരക്ക് തീരുമാനിക്കുന്നത് വിമാന കമ്പനികൾ നേരിട്ടാണ്. ദേശീയപാത തളിക്കുളത്ത് നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ ഓട്ടോറിക്ഷയിലിടിച്ച് ഓട്ടോ ഡ്രൈവർ മരിച്ചു. തളിക്കുളം ത്രിവേണി നഗർ സ്വദേശി ഇത്തിക്കാട്ട് വീട്ടിൽ വിശ്വംഭരൻ മകൻ രതീഷാണ് മരിച്ചത്. 40 വയസ്സായിരുന്നു. ഉച്ചയ്ക്ക് 2 മണിയോടെ തളിക്കുളം ഗവൺമെന്റ് ഹെൽത്ത് സെന്ററിന് സമീപം ദേശീയപാതയിലായിരുന്നു അപകടം. തളിക്കുളത്തു നിന്നും വരികയായിരുന്ന ഓട്ടോയിൽ വാടാനപ്പള്ളി ഭാഗത്തു നിന്നും അമിത വേഗതയിലെത്തിയ കാർ ഇടിച്ചു കയറുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ വൈദ്യുതി പോസ്റ്റിനും കാറിനും ഇടയിൽ ഞെരിഞ്ഞമർന്ന ഓട്ടോയിൽ നിന്ന് രതീഷ് പുറത്തേക്ക് വീഴുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ രതീഷിനെ ഉടൻ തന്നെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കാഞ്ഞിരക്കോട് നിർത്തിയിട്ട ബസ്സിന് പുറകിൽ ബൈക്കിടിച്ച് അപകടം. ബൈക്ക് യാത്രക്കാരൻ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. വടക്കാഞ്ചേരി കുന്നംകുളം റോഡിൽ രാവിലെയായിരുന്നു അപകടം. കുന്നംകുളം ഭാഗത്തു നിന്നും വരികയായിരുന്ന ബസ് കാഞ്ഞിരക്കോട് ഷാപ്പുംപടി സ്റ്റോപ്പിൽ നിർത്തിയ സമയത്ത് പുറകിൽ വന്നിരുന്ന ബൈക്കിൽ തൊട്ടുപുറകിൽ വന്ന കാർ ഇടിക്കുകയായിരുന്നു. ബൈക്ക് യാത്രക്കാരൻ ചാത്തന്നൂർ സ്വദേശി താമി ബൈക്കിൽ നിന്നും ചാടിയതിനാൽ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ഇയാളെ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ കാറിന്റെ മുൻഭാഗം തകർന്നു. തൃശൂരിൽ 2 ഇടങ്ങളിൽ നിന്നായി 3.5 കിലോ കഞ്ചാവും ബ്രൗൺ ഷുഗറുമായി ഇതര സംസ്ഥാനക്കാരടക്കം 3 പേർ പിടിയിലായി. കുട്ടനെല്ലൂർ പാലത്തിനടിയിൽ നിന്ന് ബ്രൗൺ ഷുഗറുമായി വെസ്റ്റ് ബംഗാൾ മുർഷിദാബാദ് സ്വദേശി അക്ബറാണ് പിടിയിലായത്.
തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നുമാണ് 3.5 കിലോ കഞ്ചാവ് പിടികൂടിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് ചെറുതുരുത്തി പള്ളം സ്വദേശി കളവരവളപ്പിൽ സൽമാൻ, ബീഹാർ വൈശാലി സ്വദേശി അഖിൽ സിംഗ് എന്നിവർ അറസ്റ്റിലായി. ഒല്ലൂർ പോലീസും സിറ്റി പോലീസ് കമ്മീഷണറുടെ കീഴിലുള്ള ലഹരിവിരുദ്ധ സ്ക്വാഡും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. ഇതിൽ അഖിൽ സിംഗ് എറണാകുളം ബാറിലുണ്ടായ വെടിവെപ്പ് കേസിലെ പ്രതിയാണ്. ഒല്ലൂർ സ്റ്റേഷൻ SI-മാരായ സുഭാഷ്, പ്രതീഷ്, ഈസ്റ്റ് സ്റ്റേഷൻ SI, ASI ജസ്റ്റിൻ, ലഹരിവിരുദ്ധ സ്ക്വാഡ് SI-മാരായ സുഹൃതകുമാർ, ഗോപാലകൃഷ്ണൻ, രാകേഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത്. അതിരപ്പള്ളി മലക്കപ്പാറ റോഡിൽ ആനക്കയത്ത് കാട്ടാനകൾ വിനോദസഞ്ചാരികളുടെ കാർ ആക്രമിച്ചു. ആർക്കും പരിക്കില്ല. വെള്ളിയാഴ്ച വൈകിട്ട് വാൽപ്പാറ സ്വദേശികളായ കുടുംബം അതിരപ്പള്ളിയിലേക്ക് വരുമ്പോഴായിരുന്നു റോഡിൽ ആനകളെ കണ്ടത്. കുട്ടിയാനയോടൊപ്പം നിന്ന പിടിയാന കാറിന്റെ അടുത്തേക്ക് ഓടിയെത്തി ആക്രമിക്കുകയായിരുന്നു. ആനയുടെ തുമ്പിക്കൈ തട്ടി കാറിന്റെ മുൻഭാഗത്തെ ഗ്ലാസ് തകർന്നു. പിന്നീട് ആനകൾ ഈറ്റക്കാട്ടിലേക്ക് കയറിപ്പോയി. സംഭവത്തെ തുടർന്ന് അരമണിക്കൂറോളം പ്രദേശത്ത് ഗതാഗതം സ്തംഭിച്ചു. 60 ലിറ്റർ ചാരായവുമായി 2 പേരെ ചേർപ്പ് എക്സൈസ് പിടികൂടി. ചൊവ്വൂർ പാറക്കോവിൽ കല്ലുങ്ങൽ വീട്ടിൽ ജിജോമോൻ, പുത്തൂർ ചെറുകുന്ന് ഏങ്ങൂർ വീട്ടിൽ യദുകൃഷ്ണൻ എന്നിവരാണ് പിടിയിലായത്. മധ്യമേഖല എക്സൈസ് കമ്മീഷണറുടെ സ്ക്വാഡ് അംഗം MK കൃഷ്ണപ്രസാദിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു റെയ്ഡ്. തെങ്ങിൻ പൂക്കുലയും ഔഷധക്കൂട്ടും ചേർത്ത് വാറ്റിയ ചാരായത്തിന് വീര്യം കൂടുതലാണ്. 1 ലിറ്ററിന് 1500 രൂപയ്ക്കാണ് ഇവർ ചാരായം വിറ്റിരുന്നത്. എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ശങ്കർ പ്രസാദിന്റെ നേതൃത്വത്തിൽ രാത്രി നടത്തിയ പരിശോധനയിലാണ് ചാരായം പിടികൂടിയത്. വിഷു, ഈസ്റ്റർ ഉൾപ്പെടെയുള്ള ആഘോഷവേളകളിൽ വിറ്റഴിക്കാനാണ് ഇവർ വൻതോതിൽ ചാരായം നിർമ്മിച്ചിരുന്നതെന്ന് എക്സൈസ് പറഞ്ഞു. ചേർപ്പിൽ സ്കൂട്ടർ യാത്രികന് സൂര്യാഘാതമേറ്റു. ചാത്തക്കുളം വടക്കേപ്പുരയ്ക്കൽ രതീഷിനാണ് സൂര്യാഘാതമേറ്റത്. ചേർപ്പ് സർവീസ് സഹകരണ ബാങ്കിന് മുന്നിൽ സ്ഥാപനം നടത്തുന്ന രതീഷ് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെ പൂച്ചിന്നിപ്പാടം ഭാഗത്തേക്ക് പോകുന്നതിനിടെ തിരുവുള്ളക്കാവ് തെക്കേനട റോഡിനു സമീപമാണ് സൂര്യാഘാതമേറ്റത്. സ്കൂട്ടർ യാത്രയ്ക്കിടെ ശരീരത്തിൽ നീറ്റൽ അനുഭവപ്പെട്ടുവെങ്കിലും കാര്യമാക്കിയില്ല. രാത്രി വീട്ടിലെത്തിയപ്പോൾ പൊള്ളൽ വ്യാപിച്ചു. ചേർപ്പ് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടി. നീറ്റിൽ വന്നപ്പോൾ അത്ര കാര്യമാക്കിയില്ലേ. ഞാൻ എന്നിട്ട് പിന്നെ രാത്രി വൈകിട്ട് ഒരു 9 മണിയൊക്കെ ആയപ്പോൾ അങ്ങനെ ചുട്ട് പൊള്ളൽ ഇങ്ങനെ അനുഭവപ്പെട്ടു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ തടിച്ച് കഴിഞ്ഞ് പൊളങ്ങളായിട്ട് മാറി തുടങ്ങി. പിന്നെ അപ്പോൾ രാത്രി ഇങ്ങനെ ചെല്ലുന്തോറും കൂടി തുടങ്ങി. അങ്ങനെ രാവിലെ ഞാൻ ഡോക്ടറേറ്റ് വന്ന് ഡിസ്പെൻസറിൽ വന്ന് കാണുകയും ചെയ്തു. എടത്തിരുത്തിയിലും പെരിഞ്ഞനത്തും വീടുകൾ കുത്തി തുറന്ന് മോഷണം നടത്തിയ കേസിലെ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. എറിയാട് സ്വദേശി ചകരമട വീട്ടിൽ തൻസീർ, പറവൂർ മന്നം സ്വദേശി ചന്തത്തോപ്പിൽ മിഥുൻലാൽ എന്നിവരെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഫെബ്രുവരി 23-ന് എടത്തുരുത്തി കുമ്പളപ്പറമ്പിലുള്ള ആനാപ്പുഴ പ്രസാദിന്റെ വീട്ടിൽ നിന്നും 1.5 ലക്ഷം രൂപ വില വരുന്ന റാഡോ വാച്ചും 1 ലക്ഷം രൂപ വില വരുന്ന ക്യാമറയും, എടത്തുരുത്തി എലുവത്തിങ്കൽ ദേവസിയുടെ വീട്ടിൽ നിന്ന് 3000 രൂപയും, മാർച്ച് 2-ന് ചക്കരപ്പാടം കാട്ടുപറമ്പിൽ സെയ്ഫുദ്ദീന്റെ വീട്ടിൽ നിന്നും 30,000 രൂപയും കവർന്ന കേസിലാണ് അറസ്റ്റ്. CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ തിരിച്ചറിഞ്ഞത്. വാടകയ്ക്കെടുത്ത ആഡംബര ബൈക്കിലെത്തി ആളില്ലാത്ത വീട് നോക്കി മുൻവശത്തെ വാതിൽ പൊളിച്ച് മോഷണം നടത്തുകയാണ് ഇവരുടെ രീതിയെന്ന് പോലീസ് പറഞ്ഞു. ഈ കേസിലെ മറ്റൊരു പ്രതിയായ ആല ഗോതുരുത്ത് സ്വദേശി ബൈജുവിനെ കൂടി പിടികൂടാനുണ്ട്. ഇയാൾക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കി. 1-ാം പ്രതി തൻസീറിന് വിവിധ സ്റ്റേഷനുകളിലായി മോഷണ കേസുകൾ ഉൾപ്പെടെ 27 കേസുകൾ നിലവിലുണ്ട്. വേനൽക്കാലത്ത് കായലിൽ നിന്ന് ഉപ്പുവെള്ളം കയറാതിരിക്കാൻ മാള KSRTC ബസ് സ്റ്റാൻഡിനു സമീപം താൽക്കാലിക തടയണ കെട്ടിയതിൽ അപാകത എന്ന് പരാതി. കായലിലെ വേലിയേറ്റ സമയങ്ങളിൽ തടയണയിലെ വിവിധ ഭാഗങ്ങളിലൂടെ ഉപ്പുവെള്ളം മാളച്ചാലിലേക്ക് ഒഴുകിയെത്തുകയാണ്. വർഷക്കാലത്ത് വെള്ളക്കെട്ട് ഒഴിവാക്കാൻ പൊട്ടിക്കുന്ന തടയണ പലകയും മണ്ണും ഉപയോഗിച്ചാണ് വേനൽക്കാലത്ത് കെട്ടുന്നത്. മാളച്ചാലിലേക്ക് ഉപ്പുവെള്ളം കയറിയാൽ പ്രദേശത്തെ കുടിവെള്ളത്തെയും ഇത് ബാധിക്കും. ചാലിൽ നിന്ന് മാളക്കടവിലേക്ക് ചേരുന്ന ഭാഗത്ത് സ്ഥിരം തടയണ നിർമ്മിക്കണമെന്ന ആവശ്യം വർഷങ്ങളായിട്ടും പരിഗണിക്കപ്പെട്ടില്ല. ഇപ്പോഴത്തെ തടയണയുടെ കോൺക്രീറ്റ് ഭാഗങ്ങൾ മഴക്കാലത്ത് വെള്ളത്തിന്റെ ഒഴുക്കിന് തടസ്സമാവുകയുമാണ്. ഇത്തരത്തിൽ തടസ്സമുണ്ടാകുന്നത് വെള്ളക്കെട്ടിനിടയാക്കുന്നുണ്ടെന്നും അതുകൊണ്ട് കോൺക്രീറ്റ് അവശിഷ്ടങ്ങൾ പൊളിച്ച് കടവുമായി ചേരുന്ന ഭാഗത്ത് സ്ഥിരം തടയണ വേണമെന്നും ആവശ്യപ്പെട്ട് ഷാൻഡി ജോസഫ് തട്ടകത്ത് കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ ഫണ്ടില്ല എന്ന കാരണം പറഞ്ഞ് പദ്ധതി ഇപ്പോഴും പഞ്ചായത്തിന്റെ പരിഗണനയിൽ ഇല്ല. മാളച്ചാൽ നവീകരണ പദ്ധതി വന്നാൽ പരിഗണിക്കാമെന്നാണ് പഞ്ചായത്ത് വിശദീകരിക്കുന്നത്. ഇരിഞ്ഞാലക്കുട ചേലൂരിൽ യുവാവിനെ കാറിലെത്തിയ സംഘം ആക്രമിച്ചു. പോത്തിനി സ്വദേശിയും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയുമായ OLPP സജീവനെയാണ് ഇന്നോവ കാറിലെത്തിയ സംഘം
മാരകായുധങ്ങളുമായി ആക്രമിച്ചത്. വ്യാഴാഴ്ച വൈകിട്ട് ചേലൂക്കാവ് അമ്പലത്തിനു സമീപം വെച്ചായിരുന്നു ആക്രമണം. തലയ്ക്ക് പരിക്കേറ്റ ഇയാളെ ഇരിഞ്ഞാലക്കുട സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇരിഞ്ഞാലക്കുട പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പെരുമ്പിലാവ് പട്ടാമ്പി റോഡിലെ പൊട്ടിയ പൈപ്പ് മാറ്റി ശുദ്ധജല വിതരണം പുനഃസ്ഥാപിച്ചു. ബുധനാഴ്ച രാവിലെയാണ് പെരുമ്പിലാവ് റേഷൻ കടയ്ക്ക് സമീപം തൃത്താല പാവറട്ടി ശുദ്ധജല വിതരണ പൈപ്പ് പൊട്ടിയത്. പൈപ്പ് പൊട്ടിയപ്പോൾ 15ഓളം മീറ്റർ റോഡ് തകർന്നിട്ടുമുണ്ട്. നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിന്റെ അറ്റകുറ്റപ്പണി ഉടൻ നടത്തി ടാറിംഗ് ചെയ്ത് ഗതാഗത തടസ്സം കൂടി ഒഴിവാക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. പൈപ്പ് സ്ഥാപിക്കുന്നതിനായി എടുത്ത കുഴിയിൽ വ്യാഴാഴ്ച പുലർച്ചെ ഒരു കാർ മറിഞ്ഞിരുന്നു. CCTV തിച്ചൂർ മേഖല കേബിൾ TV ഓപ്പറേറ്ററും കേബിൾ TV അസോസിയേഷൻ COA കുന്നംകുളം മേഖലാ കമ്മിറ്റി മുൻ പ്രസിഡന്റുമായ തിച്ചൂർ പുറയം കുമരത്ത് വീട്ടിൽ രാധാകൃഷ്ണൻ അന്തരിച്ചു. 64 വയസ്സായിരുന്നു. പൊതുദർശനത്തിൽ പ്രമുഖർ അന്തിമോപചാരമർപ്പിക്കാനെത്തി. 20 വർഷത്തോളമായി തിച്ചൂർ മേഖലയിൽ കേബിൾ TV ഓപ്പറേറ്ററായിരുന്നു. പട്ടികജാതി വികസന കോർപ്പറേഷൻ ചെയർമാനും മുൻ MLAയുമായ UR പ്രദീപ്, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ, വരവൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK ബാബു, മെമ്പർ അനിത, COA സംസ്ഥാന സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി PB സുരേഷ് കുമാർ, COA ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് TD സുഭാഷ്, സെക്രട്ടറി P ആന്റണി, മുൻ സെക്രട്ടറി രാജൻ നമ്പീശൻ, COA മുൻ ജില്ലാ പ്രസിഡന്റ് അമ്പലപ്പാട്ട് മണികണ്ഠൻ തുടങ്ങിയവർ അന്തിമോപചാരമർപ്പിച്ചു. ലോൺ നൽകാമെന്ന് ഇൻസ്റ്റാഗ്രാമിലൂടെ പരസ്യം ചെയ്ത് കണ്ടശാംകടവ് സ്വദേശിയായ യുവാവിൽ നിന്ന് പണം തട്ടിയെടുത്ത വടകര സ്വദേശി അറസ്റ്റിലായി. 50,000 രൂപ ശരിയാക്കി തരാമെന്ന് വിശ്വസിപ്പിച്ച് 18,500 രൂപ തട്ടിയെടുത്ത കേസിലാണ് വടകര സ്വദേശി വലിയ പറമ്പത്ത് വീട്ടിൽ റിംഷാദിനെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ലോൺ അനുവദിച്ചെങ്കിലും സിബിൽ സ്കോർ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാണ് ഇയാൾ യുവാവിൽ നിന്ന് പണം തട്ടിയത്. ആഴ്ചകൾ കഴിഞ്ഞിട്ടും ലോൺ തുക ലഭിക്കാതിരുന്നതോടെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ഇതോടെയാണ് യുവാവ് പോലീസിൽ പരാതി നൽകിയത്. ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. അന്തിക്കാട് ഇൻസ്പെക്ടർ VS വിനീഷ്, SIമാരായ KJ പ്രവീൺ, K ഷിജു എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. പ്രതി സമാനമായ രീതിയിൽ തട്ടിപ്പ് നടത്തി വന്നിരുന്നതായി പോലീസ് പറഞ്ഞു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ പിന്നീട് റിമാൻഡ് ചെയ്തു. കൂടപ്പുഴ ബ്രാഞ്ച് കനാലിലൂടെ തുടർച്ചയായി 4 ദിവസം വെള്ളം വന്നിട്ടും വെള്ളമെത്താതെ ചാലക്കുടി KSRTC പ്രദേശത്തെ കണ്ണംകുളം. കൂടപ്പുഴയിൽ കനാൽ വെള്ളം കരകവിഞ്ഞൊഴുകുന്ന അവസ്ഥയാണ്. ദൗത്യം ലക്ഷ്യം കാണില്ലെന്ന് ഉറപ്പായതോടെ വ്യാഴാഴ്ച രാത്രി ചാലക്കുടി ബ്രാഞ്ച് കനാലിലേക്ക് വെള്ളം വിടുന്നത് തൽക്കാലം നിർത്തിവെച്ചു. കണ്ണംകുളം നിറയ്ക്കുന്ന ദൗത്യത്തിന് ഇനിയും കടമ്പകൾ ഏറെ കടക്കണം. വെട്ടുകടവിലെ ആഴമേറിയ കനാൽ ഭാഗത്തു നിന്നും വെള്ളം നീങ്ങാത്തതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ഇവിടെ അടിഞ്ഞുകിടക്കുന്ന മണ്ണ് ഇതുവരെയും നീക്കം ചെയ്തിട്ടില്ല. കനാൽ വഴി വെള്ളമെത്തുന്ന മുറയ്ക്ക് മാലിന്യം നീക്കുമെന്നാണ് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകിയത്. എന്നാൽ കനാൽ വൃത്തിയാക്കൽ ഇക്കുറി കാര്യക്ഷമമായി നടത്തിയില്ലെന്ന് ആക്ഷേപവും ഉയരുന്നുണ്ട്. ഒഴുക്ക് തടസ്സപ്പെട്ടതോടെ കൂടപ്പുഴയിൽ കനാൽ വെള്ളം നിറഞ്ഞ് റോഡിലൂടെ ഒഴുകി പാഴായി പോവുകയാണ്. കണ്ണംകുളത്തിൽ വെള്ളം എത്തിയില്ലെങ്കിൽ പള്ളി പരിസരം മുതൽ KK റോഡ് വരെയുള്ള പ്രദേശത്ത് വലിയ കുടിവെള്ളക്ഷാമത്തിന് ഇടയാക്കും. ചാലക്കുടി നഗരസഭയുടെ ഹൃദയത്തിലൂടെ ഒഴുകുന്ന പറയൻ തോട്ടിൽ വെള്ളം കുറയുന്നു. പ്രദേശം കുടിവെള്ളക്ഷാമത്തിലേക്ക് നീങ്ങുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. പോട്ടാച്ചിറയിൽ നിന്ന് തുടങ്ങി കോട്ടാറ്റ് വെച്ച് ചാലക്കുടി പുഴയിൽ ചേരുന്ന പറയൻ തോട് ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് ആശ്രയമായ ജലസ്രോതസ്സാണ്. ചെറുതും വലുതുമായ 10ഓളം പാടശേഖരങ്ങളിലൂടെ ഒഴുകുന്ന ഈ തോടാണ് കർഷകരുടെ ആശ്രയവും. വിയാർപുരത്തെ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ പ്രവർത്തനത്തിന് തോട്ടിലെ വെള്ളക്കുറവ് തടസ്സമാകുന്നുമുണ്ട്. ഇവിടുത്തെ തടയണയിൽ നിന്നാണ് വിയാർപുരം 75 ഏക്കർ പ്രദേശത്തേക്ക് വെള്ളം എത്തുന്നത്. തച്ചുടപ്പറമ്പ്, പുഞ്ചപ്പാടത്തും കാരക്കുളത്തുനാട് പാടശേഖരത്തിലും തടയണകൾ പ്രവർത്തിക്കുന്നുണ്ട്. ചാലക്കുടി പുഴയുടെ വലതുകര പദ്ധതിയെ ആശ്രയിക്കുന്ന പോട്ടച്ചിറ ക്ഷയിച്ചതാണ് പറയൻ തോടിന്റെയും ശോച്യാവസ്ഥയ്ക്ക് കാരണമെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. വന്യജീവികൾക്ക് ജലലഭ്യത ഉറപ്പാക്കാൻ ചിമ്മിനി ഇക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വനത്തിനകത്ത് കുളം നിർമ്മിച്ചു. ആവാസ വ്യവസ്ഥയിൽ തന്നെ ജലലഭ്യതയുണ്ടാക്കാനും ജലത്തിനായി വന്യജീവികൾ കൂട്ടത്തോടെ കാടിറങ്ങുന്നത് ഒഴിവാക്കുന്നതിനും വേണ്ടിയാണ് വനത്തിനകത്ത് കുളം നിർമ്മിക്കാൻ പോകുന്നത്. ശ്രമദാനത്തിന് EDC ചെയർമാൻ MT അനിത് നേതൃത്വം നൽകി. ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ PR വീരേന്ദ്രകുമാർ ഉദ്ഘാടനം ചെയ്തു. സമിതി സെക്രട്ടറി KV അശോകൻ, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ VR ബോസ്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ MV വിനയരാജ്, PB ജിനീഷ് ബാബു എന്നിവർ പങ്കെടുത്തു.
സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ നിയന്ത്രണത്തിൽ സംഘടിപ്പിക്കുന്ന കേരള സ്റ്റേറ്റ് വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിന് തൃശൂർ ഇൻഡോർ സ്റ്റേഡിയത്തിൽ തുടക്കമായി. ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് KR സാംബശിവൻ അധ്യക്ഷനായിരുന്നു. ആദ്യ ദിനത്തിൽ പുരുഷ വിഭാഗം മത്സരങ്ങളും രണ്ടാം ദിനത്തിൽ വനിതകളുടെ മത്സരവുമാണ് നടക്കുന്നത്. യൂത്ത്, ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിലായി 2 ദിവസങ്ങളിലായാണ് ചാമ്പ്യൻഷിപ്പ്. ഇനി വാണിജ്യം. CMA ഇന്ത്യ, CMA USA, CA, ACCA കോഴ്സുകളുടെ 2022-23 വർഷത്തെ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ തങ്ങളുടെ 800-ൽ പരം വിദ്യാർത്ഥികളെയും റാങ്ക് ജേതാക്കളെയും തൃശൂർ പ്രൊഫിൻസ് ക്യാമ്പസ് ആദരിച്ചു. തൃശൂർ നന്ദനം ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ഫെലിസിറ്റേഷൻ ചടങ്ങിലാണ് പ്രൊഫിൻസ് തങ്ങളുടെ റാങ്ക് ജേതാക്കളെയും ഉന്നത വിജയം കരസ്ഥമാക്കിയ 800-ൽ പരം വിദ്യാർത്ഥികളെയും ആദരിച്ചത്. പ്രൊഫിൻസ് അംബാസഡറും നടനും ഗായകനും സംവിധായകനുമായ വിനീത് ശ്രീനിവാസൻ വിദ്യാർത്ഥികൾക്ക് അവാർഡുകൾ കൈമാറി. അവാർഡ് വിതരണ ചടങ്ങിന്റെ ഉദ്ഘാടനം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടന്റ്സ് ഓഫ് ഇന്ത്യ മുൻ വൈസ് പ്രസിഡന്റ് CMA H. പത്മനാഭൻ നിർവഹിച്ചു. ICMAI മലപ്പുറം കോഴിക്കോട് ചാപ്റ്റർ ചെയർമാൻ CMA ഷിറീൻ ചിറക്കൽ, ICMA തൃശൂർ ചാപ്റ്റർ ചെയർമാൻ CMA നാരായണൻ, പ്രൊഫിൻസ് ഡയറക്ടർമാരായ CMA അനൂപ് NG, CMA CS പ്രവീൺകുമാർ, നാരായണൻ ഒട്ടപ്പത്ത് തുടങ്ങിയവർ സംസാരിച്ചു. തുടർച്ചയായി റെക്കോർഡുകൾ കരസ്ഥമാക്കി മുന്നേറുകയാണ് പ്രൊഫിൻസ് ക്യാമ്പസ്. CMA ഇന്ത്യ, CMA USA, CA, ACCA എന്നീ കോഴ്സുകൾക്ക് വിദഗ്ധരായ അധ്യാപകരുടെ മേൽനോട്ടത്തിൽ മികച്ച പരിശീലനം പ്രൊഫിൻസിന്റെ തൃശൂർ, കുന്നംകുളം, പെരിന്തൽമണ്ണ, കോഴിക്കോട്, നിലമ്പൂർ, വടകര ക്യാമ്പസുകളിൽ ലഭ്യമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. പീഡാനുഭവ സ്മരണയിൽ ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിച്ചു. കുരിശുമരണത്തിന്റെ ഓർമ്മ പുതുക്കി വിശ്വാസികൾ. നഗരി കാണിക്കൽ പരിഹാര പ്രദക്ഷിണവും കുരിശിന്റെ വഴിയും ഭക്തി നിർഭരമായി. സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ. പവന് വില 50,400 രൂപയിലെത്തി. ഗ്രാമിന് 6,300 രൂപ. പ്രവാസികളെ പ്രതിസന്ധിയിലാക്കി വിമാന ടിക്കറ്റ് നിരക്ക് കുതിച്ചുയരുന്നു. നിരക്ക് വർധന 3 ഇരട്ടി വരെ. ആഘോഷവേളകളിൽ നാട്ടിലെത്താൻ കഴിയാതെ പ്രവാസികൾ. ദേശീയപാത തളിക്കുളത്ത് നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ ഓട്ടോയിലിടിച്ച് ഓട്ടോ ഡ്രൈവർ മരിച്ചു. തളിക്കുളം സ്വദേശി രതീഷാണ് മരിച്ചത്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.